السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എലിക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തുൽ ഇസ്തിഖാമ കഴിഞ്ഞ മൻസിലത്തായിക്കൊണ്ട് മൻസിലത്തുൽ ഇഖ്ലാസ് നമ്മൾ പറഞ്ഞു. അടുത്തത് മൻസിലത്തുൽ ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിലകൊള്ളുക, ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളതെല്ലാമാണ് അതിന്റെ ആശയം. قال الله تعالى, الله سبحانه وتعالى പറഞ്ഞു, إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تهزنوا وابشروا بالجنة التي كنتم توعدون. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്താണ്. إن الذين قالوا ربنا الله, ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും ثم استقاموا, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്നത്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും അവരുടെ മരണസമയത്ത്. അല്ലാ തഖാഫു വലാ തഹ്സനു, അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട, അഥവാ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. വലാ തഹ്സനു, നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക സ്വർഗത്തിനെ സംബന്ധിച്ച്. ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുക എന്ന് അവരോട് പറയപ്പെടും. ഇത് പറഞ്ഞ സമയത്ത് അവരോട് പറയുന്ന വാക്കാണ്. ഇസ്തിഖാമത്തുണ്ടായതുകൊണ്ട് അവരോട് പറയപ്പെടുന്ന വാക്കാണ്. സുഇല സിദ്ദീഖുൽ ഉമ്മ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെട്ടു, വഅഅമുഹ ഇസ്തിഖാമത്തൻ അബൂബക്കറിൻ അസ്സിദ്ദീഖ്, ഈ ഉമ്മത്തിൽ ഏറ്റവും ഇസ്തിഖാമത്തുള്ള, ഏറ്റവും നേരെ ചൊവ്വേ നിലകൊണ്ടിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെട്ടു അനിൽ ഇസ്തിഖാമത്തിനെ സംബന്ധിച്ച്. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാ തുശ്രിക ബില്ലാഹി ഷൈഅൻ, അഥവാ ഒന്നിനെയും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കലാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. യുരീദു അൽ ഇസ്തിഖാമത്ത് അലാ മഹ്ളി തൗഹീദ്, പ്യുവറായിട്ടുള്ള തൗഹീദിൽ നിലകൊള്ളുക, അതാണ് ഇസ്തിഖാമത്ത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിഖാമത്തു, ഇസ്തിഖാമത്ത് എന്നാൽ അൻ തസ്തഖീമ അലൽ അംരി വന്നഹി, നീ അള്ളാഹുവിന്റെ കൽപ്പനകളിലും വിരോധനകളിലും നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, ആ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും നേരെ ചൊവ്വേ നിലകൊള്ളുക. വലാ തറൂഗ റൗഗാൻ സആലിബ്, കുറുക്കന്മാർ തിരിയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും അല്ല തലയിട്ടാട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കുക, അഥവാ നേരെ ചൊവ്വയുള്ള ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വസമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത യഖൂൽ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു, ഇസ്തഖാമു അലാ മഹബ്ബതിഹി വഉബൂദിയതിഹി, ഇസ്തിഖാമത്തുള്ള ആളുകൾ അവർ നേരെ ചൊവ്വേ നിലനിൽക്കുന്നു അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും അവനോടുള്ള അബൂദിയത്തിലും, അവനെ ആരാധിക്കുന്നതിലും അവനോടുള്ള ആരാധന നിർവഹിക്കുന്നതിലും അവന്റെ അടിമയാണെന്ന് തെളിയിക്കുന്നതിലും. ഫലം യൽതഫിതു അൻഹു യംനതൻ വലാ യസ്റതൻ, വലത്തോട്ടോ ഇടത്തോട്ടോ അവർ എന്ത് ചെയ്യുന്നില്ല, തിരിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നില്ല. وفي صحيح مسلم عن سفيان بن عبد الله قال, صحيح മുസ്ലിമിൽ സുഫിയാൻ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, റസൂലേ എനിക്ക് ഇസ്ലാമിൽ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു തരണം, അതിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങളോടല്ലാതെ ഒരാളോടും ചോദിക്കേണ്ടി ആവശ്യമില്ലാത്ത വിധം എളുപ്പത്തിൽ മനസ്സിലാകുന്ന, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, നിലനിർത്താൻ പറ്റുന്ന, ഒരിക്കലും പിന്നെ ആ വിഷയത്തിൽ ഒരു പ്രശ്നമില്ലാത്ത എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം.
ഖുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, നീ പറയേണ്ടത് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് നീ പറയുക, അഥവാ ഈമാൻ ശരിയാക്കുക. സുമ്മ ഇസ്തഖിം, പിന്നെ ആ ഈമാനിൽ നേരെ ചൊവ്വെ നിലകൊള്ളുക, അതാണ് നീ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇസ്തിഖാമത്ത് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ് എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നേരെ ചൊവ്വെ നിലകൊള്ളുക. وعن ثوبان عن النبي صلى الله عليه وسلم قال, മറ്റൊരു ഹദീസിൽ ثوبان റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സു, ഇസ്തഖീമു നിങ്ങൾ നേരെ ചൊവ്വെ നിലനിൽക്കുക, വലൻ തുഹ്സു, വലൻ തുഹ്സു എന്നുള്ളതിന് രണ്ട് ആശയത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു കാണാം. ഒന്ന്, നേരെ ചൊവ്വെ നിലകൊള്ളുക എന്നാൽ എല്ലാ കാര്യത്തിന്റെയും പരിപൂർണതയിൽ എല്ലാം പൂർത്തീകരിച്ച് എല്ലാം മുഴുവൻ കൃത്യതയിൽ കൊണ്ട് ചെയ്യാൻ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് വലൻ തുഹ്സു എന്നുള്ളത് അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം പറയാറുള്ളത്, നിങ്ങൾ പ്രതിഫലം കണക്ക് കൂട്ടേണ്ടതില്ല, നിങ്ങൾക്ക് എന്ത് ലഭിക്കും, എന്ത് പ്രതിഫലം ലഭിക്കും എന്ന് കണക്ക് കൂട്ടിയിട്ടല്ല, നിങ്ങൾ നേരെ ചൊവ്വെ ദീനിൽ നിലകൊള്ളുക എന്നുള്ളത്. വഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സലാ, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള നിസ്കാരമാണ്. വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ അവന്റെ വുദൂ കാത്തു സൂക്ഷിക്കുകയില്ല, അഥവാ വുദൂ മുറിയുമ്പോഴെല്ലാം വുദൂ എടുത്തുകൊണ്ട് നിലനിർത്തുന്നവൻ അങ്ങനെ ചെയ്യുക, യഥാർത്ഥ മുഅ്മിനായിരിക്കും അങ്ങനെ ചെയ്യുക എന്ന് പറയാം. വൽ മത്ലൂബു മിനൽ അബ്ദിൽ ഇസ്തിഖാമ, ഒരു അടിമയിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ വഹിയ സദാദ്, അഥവാ നേരെ ചൊവ്വെ നിൽക്കുക, ദീനിൽ നേരെ ചൊവ്വെ നിലകൊള്ളുക എന്നുള്ളതാണ്. അഥവാ നേരെ ചൊവ്വെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമുകൾ മുഴുവൻ ഒഴിവാക്കുക, അനുവദിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുക, അതിൽ ഞാൻ നേരെ ചൊവ്വെ നിലകൊള്ളുക, അങ്ങനെയാണ്. വല ഫൈലം യഖ്ദിർ അലൈഹ ഫൽ മുഖാറബ, ഇനി അതിന് സാധിക്കുന്നില്ല, ചിലപ്പോഴൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോകുന്നു, തെറ്റുകൾ വീണു പോകുന്നു, അശ്രദ്ധ സംഭവിച്ചു പോകുന്നെങ്കിൽ അതിനോട് ഇസ്തിഖാമത്തിനോട് ഏറ്റവും യോജിച്ച രീതിയിലാകാൻ നോക്കുക, അഥവാ തൗബ ചെയ്ത് മടങ്ങുക, തിരിച്ചു വരിക, നേരെ ചൊവ്വയുള്ള പാതയിലേക്ക് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കുക. അതായത് അവനിൽ എന്തെങ്കിലും വീഴ്ച വരികയാണ്, കുറവ് വരികയാണ്, എന്തെങ്കിലും അമാലുകളിൽ കുറവ് വീഴ്ച വരുത്തുകയാണ്, അല്ലെങ്കിൽ അള്ളാഹിനോടുള്ള ഹക്കുകൾ വീട്ടുന്നതിൽ കുറവ് വരുത്തുകയാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് അടുത്തുകൊണ്ടേ നിൽക്കുക. كما في حديث أبي هريرة عن النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് പോലെ സദ്ദിദു വഖാരിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നേരെ ചൊവ്വെ നിലകൊള്ളുക, അഥവാ ഇസ്തിഖാമത്തുള്ളവരാവുക. ഇനി അതിൽ എപ്പോഴും ഒരേപോലെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വഖാരിബു, അതിൽ വീഴ്ച വരുന്നെങ്കിൽ അതിനോട് അടുത്ത് തന്നെ നിൽക്കുക, പരിഹരിച്ച് അടുത്തുകൊണ്ട് നിൽക്കുക. അൽ അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയില്ല, അവന്റെ കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. ഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അങ്ങനെ തന്നെയാണോ, നിങ്ങളും കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല എന്നുള്ളതാണോ? ഖാല, അപ്പോൾ പറഞ്ഞു, വല അന ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹ് ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ, ഞാനും അതെ, ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ മൂടിയാലല്ലാതെ. അതായത് ഒരാൾ സ്വർഗത്തിൽ കടക്കുന്നത് അമൽ കൊണ്ട് മാത്രമല്ല, അമൽ ആവശ്യമാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാന കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. فجمع في هذه الحديث مقامات الدين كلها, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ മഖാമാത്തുകളെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. അഥവാ നേരെ ചൊവ്വെ നിൽക്കണം, വീഴ്ച വരാൻ അതിനോട് അടുത്ത് നിൽക്കണം, അമൽ കൊണ്ട് മാത്രമല്ല സ്വർഗം, അള്ളാഹുവിന്റെ കാരുണ്യമാണ് നേടേണ്ടത്, ആ കാര്യങ്ങളെല്ലാം. فأمر بالاستقامة, ഇസ്തിഖാമത്ത് കൽപ്പിച്ചു. സദ്ദിദു വഹിയ സദാദ് വൽ ഇസാബ ഫി നിയ്യാത്തി വൽ അഖ്വാലി വൽ അഅമാൽ, അതെന്താണ്? നേരെ ചൊവ്വയാവുക, ശരിയായ രീതിയിലാവുക, നിയ്യത്തിലും വാക്കിലും പ്രവർത്തനത്തിലും എല്ലാം. وأخبر في حديث ثوبان أنهم لا يطيقونها, ഇവിടെ ثوبان റളിയല്ലാഹു അൻഹു ഹദീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലൻ തുഹ്സു എന്ന വാക്കിൽ അവിടെ അറിയിച്ചിട്ടുള്ളത് എല്ലാത്തിന്റെയും പരിപൂർണതയിലെത്താൻ അവർക്കൊരിക്കലും സാധിക്കില്ല, കഴിയില്ല എന്നുള്ളതാണ്. ഫനഖലഹും ഇലൽ മുഖാറബ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിനോട് അടുത്ത് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്.
ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പാപം സംഭവിച്ചു പോയിച്ചു എന്നാൽ വീണ്ടും തിരിച്ചതിലേക്ക് വരാം. ഗഫ്ലത്ത് എന്തെങ്കിലും സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ വീണ്ടും അതിലേക്ക് പരിഹരിച്ചു വരാൻ നോക്കുക. അങ്ങനെ വഹിയ അൻ യഖ്റുബു മിനൽ ഇസ്തിഖാമ ബിഹസബി ത്വാഖതിഹിം, അതായത് അവരുടെ കഴിവ് എത്രയാണോ അതിനനുസരിച്ച് ഇസ്തിഖാമത്തിന് നോക്കുക. ചില ആളുകൾക്ക് സുന്നത്തുകൾ ഇപ്പോൾ ഫർള് നിസ്കാരം നിർബന്ധമാണ്, അത് ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ റവാത്തിബ് സുന്നത്തുകൾ അത് അതിനോട് ചേർന്നിട്ടുള്ളതാണ്, അത് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യണം. അതുപോലെ ദുഹാ നിസ്കാരമോ രാത്രി നിസ്കാരമോ അങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണ് അവർക്ക് കഴിയുന്നത് അതിന്റെ മാക്സിമം അതിനോട് അടുത്ത് നിൽക്കുക, അതിൽ നിന്ന് തെറ്റിപ്പോകാതെ പരമാവധി അതിൽ അടുത്ത് നിൽക്കുക. ഇനി ഒരാൾക്ക് ഏറ്റവും പരിപൂർണതയോടുകൂടി എല്ലാം ചെയ്യാൻ സാധിക്കൂല, അതാണ് പറഞ്ഞതില്ല തുഹ്സൂന്ന്. പക്ഷെ എന്തൊക്കെയാണോ കഴിയുക അതിനനുസരിച്ച് അത് ചെയ്യുക. കല്ലദി യർമി ഇലൽ ഗർബ്, ഏതുപോലെ ഒരു അമ്പിന്റെ ഒരു ഇതുണ്ടാവില്ല, കുറെ വട്ടങ്ങൾ ലക്ഷ്യത്തിലേക്ക് സെന്ററിലേക്ക് അതിലേക്ക് വിടുന്ന പോലെ തന്നെയാണ്. ഫൈലം യുസിബു യുഖാരിബു, അതിൽ നേരെ അതിന്റെ പോയിന്റിലേക്ക് എത്തുന്നില്ല എങ്കിൽ അതിനടുത്തുള്ളതാണ് പരിഗണിക്കുക. അതിൽ കണ്ടിട്ടില്ല നടുവിലുള്ള ചുവപ്പോ മറ്റോ അതിലേക്ക് കൊണ്ടിട്ടില്ല എങ്കിൽ പിന്നെ അതിന്റെ അടുത്ത വട്ടം അടുത്തുള്ള വട്ടം ഓരോ നിറങ്ങൾ അതിലേക്കാണ് വിജയിയെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കുക, അതിലേക്ക് അടുത്തെത്താൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ ഇസ്തിഖാമത്തിന്റെ പരിപൂർണത ലക്ഷ്യം വെക്കുക, അതിനോട് അടുത്തെത്താനുള്ള പരിശ്രമം ചെയ്യുക. വമഅ ഹാദാ ഫഅഖ്ബറഹും, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു അന്നൽ ഇസ്തിഖാമത വൽ മുഖാറബത ലാ തുൻജി യൗമൽ ഖിയാമ, ഈ ഇസ്തിഖാമത്തോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്നതോ അല്ല പരലോകത്ത് വിജയം നൽകുന്നത്. ഫലാ യർകനു അഹദുൻ ഇലാ അമലിഹി, അതെന്തിനാണ് അത് അറിയിച്ചത്? ഒരാളും തന്നെ അവന്റെ കർമ്മത്തിലേക്ക് ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ വേണ്ട. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഇത്ര കർമ്മം ചെയ്തു, ഇത്ര ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് അവൻ അതിനെ ആശ്രയിക്കേണ്ട, അതുകൊണ്ടല്ല സ്വർഗം കിട്ടുന്നത്. വലാ യഅജബു ബിഹി, അതുകൊണ്ട് അവന് ഉജ്ബും വേണ്ട, എങ്ങനെയൊക്കെ ചെയ്ത ആളാന്നുള്ള സ്വന്തത്തിൽ അത്ഭുതം കൂറുകയും വേണ്ട. വലാ യറ അന്ന നജാതഹു ബിഹി, അവൻ മനസ്സിലാക്കേണ്ട അവന്റെ വിജയം അതിലാണ് കിടക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുകയും വേണ്ട. ബൽ ഇന്നമാ നജാതുഹു ബിറഹ്മത്തില്ലാഹി വഅഫ്വിഹി വഫദ്ലിഹി, അവൻ മനസ്സിലാക്കേണ്ടത് അവന്റെ വിജയം അവന്റെ രക്ഷ എന്നുള്ളതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ ഔദാര്യവുമാണ്. ഫലിസ്തിഖാമത്തു കലിമത്തുൻ ജാമിഅത്തുൻ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ആശയങ്ങൾ സംഗ്രഹമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. ആഖിറത്തുൻ ബി മജാമിഅദ്ദീൻ, ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വാക്കാണ്. വഹിയൽ ഖിയാമു ബൈന യദൈല്ലാഹി അലാ ഹഖീഖത്തി സിദ്ഖ് വൽ വഫാഹി ബിൽ അഹ്ദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയൽ ഖിയാമു ബൈന യദൈല്ലാഹ്, അല്ലാഹുവിന് മുമ്പിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക. അലാ ഹഖീഖത്തി സിദ്ഖ്, സത്യസന്ധതയോടുകൂടി പരിപൂർണമായ സത്യസന്ധതയോടുകൂടി. വൽ വഫാഇ ബിൽ അഹ്ദ്, അല്ലാഹുവിനോടുള്ള കരാർ പൂർത്തീകരിച്ചുകൊണ്ട്, അഥവാ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കരാർ പൂർത്തീകരിച്ചുകൊണ്ട്, ആ കരാർ നിർബന്ധമാക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട്. വലിസ്തിഖാമത്തു തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാലി വൻ നിയ്യാത്ത്, ഇസ്തിഖാമത്ത് എന്നുള്ളത് ഒരാളുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവന്റെ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടും അവന്റെ ഉദ്ദേശങ്ങൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എല്ലാത്തിലും ഇസ്തിഖാമത്ത് വേണം, വാക്കിലും വേണം, പ്രവർത്തനത്തിലും വേണം, അവന്റെ മറ്റുള്ള ചുറ്റുപാടുകളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും നിയ്യത്തുകളിലും എല്ലാത്തിലും ഇസ്തിഖാമത്ത് വേണം. ഫലിസ്തിഖാമത്തു ഫീഹ, ഈ കാര്യങ്ങളിലെല്ലാം ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നതിന്റെ ആകത്തുക പറഞ്ഞാൽ വുഖൂഹ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അവൻ പറയുന്ന വാക്കാവട്ടെ പ്രവർത്തനമാവട്ടെ അവന്റെ നിയ്യത്തുകളാവട്ടെ എന്ത് കാര്യമാവട്ടെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. വബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. വഅല അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അടിസ്ഥാനത്തിലായിരിക്കണം, അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഖാല ബഅ്ദുൽ ആരിഫീൻ, ആരിഫീങ്ങളിൽ ചിലർ, അഥവാ അള്ളാഹുവിനെ അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ ചിലർ പറഞ്ഞു, കുൻ സാഹിബൽ ഇസ്തിഖാമ, നീ ഇസ്തിഖാമത്തിന്റെ ആളാവുക, അഥവാ ഇസ്തിഖാമത്തുള്ളവനാവുക. ലാ താലിബൽ കറാമ, കറാമത്ത് തേടുന്ന ആളാകരുത്. അഥവാ പല ആളുകളും ദീന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ദീന് ജീവിക്കുമ്പോൾ, അത് പരിശീലിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള കറാമത്തുകൾ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആദരവുകൾ, അള്ളാഹുവിന്റെ സഹായം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കണം. അത് തെറ്റാണ് എന്നല്ല, പക്ഷെ അതിനെ തേടുന്ന ഒരവസ്ഥ നീ ആകരുത് എന്നാണ് പറയുന്നത്. നീ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കുക, ഒരിക്കലും കറാമത്തുകൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത് തേടുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. ഫഇന്ന നഫ്സക മുതഹർരികത്തുൻ ഫീ തലബിൽ കറാമ, കാരണം നിന്റെ മനസ്സ്
അല്ലെങ്കിൽ നീ പരിശ്രമിക്കുന്നത്, നീ ചലിക്കുന്നത് എല്ലാം കറാമത്ത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനവും മഹത്തായ പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ വറബ്ബുക യുതാലിബുക ബിൽ ഇസ്തിഖാമ, നിന്റെ റബ്ബ് നിന്നിൽ തേടുന്നത് ഇസ്തിഖാമത്താണ്. അതായത് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മുടെ മുറാദിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ മുറാദിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളത്, നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുമായ സ്ഥാനം, കുറെ അമല് ചെയ്ത് കുറെ മഹത്തരമായിട്ടുള്ള സ്ഥാനം, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ, തെറ്റല്ല. പക്ഷേ നമ്മൾ തേടേണ്ടത് ഇസ്തിഖാമത്താണ്. وسمعت شيخ الإسلام ابن تيمية رحمه الله പറഞ്ഞ ഞാൻ കേട്ടു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. യഖൂൽ, അവിടുന്ന് പറഞ്ഞിരുന്നു, അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഒരു കാര്യം പറയുന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വഹാബികൾക്കാണ് ഏറ്റവും കൂടുതൽ കറാമത്ത് ഉണ്ടായത് എന്ന് അറിയിക്കാനാണ്. കാരണം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായ കറാമത്ത് എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പല സ്വാലിഹീങ്ങളിലും സംഭവിച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സലഫുകളിൽ അഥവാ താബിഈങ്ങളിലും തബഉ താബിഈങ്ങളിലൊക്കെ ധാരാളം സംഭവം കാണാം. ഇപ്പൊ അബൂ മുസ്ലിം അൽ ഖൗലാനി താബിഈ ആയിരുന്നു, തീയിൽ എറിയപ്പെട്ടതാണ്, എന്നിട്ട് അവിടെ തിരിച്ചു വന്ന് കാണാം. ഹൈബത്ത് ബിൻ ശുറൈഹ്, അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് തലയണടിയിൽ ദീനാറുകളും ദിർഹമുകളും അതുപോലെ അദ്ദേഹം കല്ലുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണമായി മാറിയതും, അതുപോലെ മറ്റു പല സൽഫുകളിൽ ഒരു മണല് ഗോതമ്പായി മാറിയിട്ടുള്ളതും, അതുപോലെ ധാരാളം സംഭവങ്ങൾ. അതുപോലെ തന്നെ സഹാബികളുടെ കാലത്ത് തന്നെയാണ്, പക്ഷെ സഹാബികളുടെ കൂടെ ധാരാളം താബിയങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ മദായിൻ യുദ്ധത്തിൽ കടലിന് മുകളിലൂടെ നടന്നതും, അതുപോലെ ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. സഹാബികളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അധികവും താരതമ്യേന താബിയങ്ങളും താബിയങ്ങളുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ആയിക്കൊണ്ട്, അതിന്റെ വിശദീകരണമായിക്കൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക എന്നുള്ളതാണ്. കാരണം താബിയങ്ങളിലും താബിയങ്ങളിലും ധാരാളം ഫിർഖത്തുകൾ, പിഴച്ച വാദങ്ങൾ, പിഴച്ച വിശ്വാസങ്ങൾ, ഖവാരിജുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് ബാക്കിയുള്ള പല പിഴച്ച വാദങ്ങളും ഇൽമു കലാമിന്റെയും ഫൽസഫയുടെയും മുഅ്തസിലിയാക്കളെയും ജഹ്മിയാക്കളെയും അങ്ങനെ പിന്നെ ഖദരിയാക്കളും ജബരിയാക്കളും അങ്ങനെ തുടങ്ങി പല പിഴച്ച വിഭാഗങ്ങളും ഉണ്ടായി തുടങ്ങുന്നത്, അതിന്റെ വ്യാപനം ആരംഭിച്ചത്, ആളുകൾ പിഴച്ചു പോയതൊക്കെ താബിയങ്ങളും കാലഘട്ടത്തിലാണ്. അപ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഖവാരിജുകളുടെ കൂട്ടത്തിൽ സഹാബികളുടെ കാലത്തുണ്ടായ ഒരു പിഴച്ച വിഭാഗമാണ്, പക്ഷെ ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഒറ്റ സഹാബി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഖദരിയാക്കളുടെ വാദം ഒരു സഹാബി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ദീനിൽ ഇസ്തിഖാമത്ത് ഉണ്ടായിരുന്നു. ചിലപ്പോൾ പറഞ്ഞല്ലോ, അമലുകൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവരെക്കാൾ അമൽ ചെയ്ത ആളുകൾ താബിയങ്ങൾ ഉണ്ടായേക്കാം, അമലുകളുടെ ആധിക്യം നോക്കുകയാണെങ്കിൽ. പക്ഷേ അവർക്ക് ഇസ്തിഖാമത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണെന്ന് പറയുന്നത്. അസ്ലാനിൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിന്റെ രണ്ട് അസ്ലുകൾ, ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഇസ്തിഖാമത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. സാധാരണക്കാരായ മുസ്ലിമുകളിൽ ധാരാളം ആളുകളും ഇതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ മനസ്സിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇസ്തിഖാമത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങൾ, രണ്ട് അസ്ലുകൾ എന്ന് പറഞ്ഞാൽ, വസ്സലഫു യദ്കുറൂന അസ്ലൈനി ലിൽ ഇസ്തിഖാമത്തി വഹുമാ, സലഫ് സ്വാലിഹീങ്ങൾ അവർ ഇസ്തിഖാമത്തിന് രണ്ട് അസ്ലുകളാണ് പറഞ്ഞിട്ടുള്ളത്, അവർ പരാമർശിക്കാറുള്ളത്. ആ രണ്ടെണ്ണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ ഇഖ്തിസാദ് ഫിൽ അഅ്മാൽ, കർമ്മങ്ങളിൽ ഒരു മിതത്വം ഉണ്ടാവുക, വൽ ഇഅ്തിസാമു ബിസ്സുന്ന, സുന്നത്ത് കൊണ്ടുള്ള ആ ഒരു സംരക്ഷണം, ആ ഒരു പരിചയം സ്വീകരിക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ കർമ്മങ്ങൾ ഇഫ്രാത്തോ തഫ്രീത്തോ ഇല്ലാതെ, അഥവാ അമിതമായിക്കൊണ്ട് ഗുലൂവ് സംഭവിക്കാതെ, അതുപോലെ വീഴ്ച സംഭവിക്കാതെ മിതത്വത്തിൽ ഒരു മധ്യമ മാർഗത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. വൽഇഅ്തിസാമു ബിസ്സുന്ന, ചെയ്യുന്ന കർമ്മങ്ങൾ സുന്നത്തിനോട് യോജിച്ച രീതിയിൽ സുന്നത്തിന് അനുസരിച്ചുള്ളതായിരിക്കുക. ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ നിലകൊണ്ടാൽ മാത്രമേ ഇസ്തിഖാമത്ത് ഉണ്ടാവുകയുള്ളൂ. പല ആളുകളും കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുക അതാണ് ഇസ്തിഖാമത്ത് എന്നും, അല്ലെങ്കിൽ ആ നിലക്ക് പിന്നെ ഇജ്തിഹാദ് കൂട്ടുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്നും പലരും ധരിച്ചു പോകാറുണ്ട്. അങ്ങനെയല്ല. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അത് മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണെന്നുള്ളത്. ഫഇന്ന ശൈത്വാന യശമ്മു ഖൽബൽ അബ്ദി വയഖ്തബിറുഹു,
പിശാച് ഷൈത്താൻ ഒരു മനുഷ്യന്റെ കൽബിനെ അവൻ പരിശോധിക്കും. എന്ന് പറഞ്ഞാൽ മണത്തു നോക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സൂക്ഷ്മമായിട്ട് അതിന് നോക്കും എന്താണ് ഓരോ ആളുകളുടെ കൽബിന്റെ അവസ്ഥ എന്നുള്ളത്. ഫൈൻ റഅ ഫീഹി ദാഇയതൻ ലിൽ ബിദ്അ, അവനെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥയിലാണ് അവൻ കാണുന്നത് എങ്കിൽ, അഥവാ അവന് കുറെ കർമ്മങ്ങൾ ചെയ്താൽ മതി, സുന്നത്തിന്റെ എത്തിസാമെന്ന ആവശ്യമില്ല, കുറെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന നിലക്കാണ് അവന്റെ കൽബ് എങ്കിൽ, സുന്നത്തിനോടുള്ള ആ കൂറ്, ആ സുന്നത്തനുസരിച്ചേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കണിശത ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ അഖ്റജഹു അനിൽ ഇഅ്തിസാമി ബിഹാ, അവനെ സുന്നത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്കും, വിദ്യാർത്ഥികൾക്ക് മുഴുവൻ. അതായത് ഓരോ ആളുകളുടെയും കൽബ് ഏതിനോടാണോ ചായ്ഞ്ഞു കിടക്കുന്നത് അതിലാണ് പിശാച് അവരെ തെറ്റിക്കാൻ നോക്കുക. പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് അയാളും അങ്ങനെ ആവണ്ടേ, ഞാൻ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് അയാൾ അങ്ങനെ ആകണ്ടേ, ഞാനിത് ചെയ്യുന്നില്ലല്ലോ അയാളും അത് ചെയ്യാതിരിക്കണ്ട, അങ്ങനെയൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഓരോ ആളുകളും ഓരോ നിലക്കാണ്. അതിൽ ചില ആളുകൾക്ക് അമലുകൾ ചെയ്യാൻ അതീവ താല്പര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പിശാച് ശ്രമിക്കുന്നത് വിടയത്തിലെത്തിക്കാനായിരിക്കും. ചില ആളുകൾക്ക് കർമ്മങ്ങൾ മിതമായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ, പക്ഷെ അറിവ് ചിന്ത കൂടുതലായിരിക്കും. അവരെ പിഴച്ച വാദങ്ങൾ ചിന്തിപ്പിച്ച് പിഴച്ച വിശ്വാസങ്ങൾ അതിലേക്ക് നയിക്കുന്ന അവസ്ഥയിലെത്തിക്കും. ചില ആളുകൾക്ക് കർമ്മം ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അവരെ ഉള്ള നിർബന്ധമായിട്ട് അതിനെ ഒഴിവാക്കിപ്പിച്ച് മടിയന്മാരാക്കും. അങ്ങനെ ഓരോ മേഖലയിൽ എങ്ങനെയാണോ തെറ്റിക്കാൻ സാധിക്കുക അങ്ങനെയാണ് പിശാച് ആളുകളെ പഠിപ്പിക്കുക. അപ്പോ ഒരാളുടെ കൽബിനെ പിശാച് പരിശോധിക്കും. അവന് വിദേഹത്ത് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല, സുന്നത്തിനോട് അത്ര കൂറില്ല, അവന് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ സുന്നത്തിന്റെ പരിധി വിട്ട് വിദേഹത്തിൽ മുഴുകിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി അവന്റെ ഉള്ളിൽ സുന്നത്തിനോടുള്ള കഠിനമായ താല്പര്യം, സുന്നത്തിനൊരു കണിശതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുന്നത്ത് കഠിനമായി പരിശോധിച്ച് ചെയ്യുന്ന ഒരാളാണ് കണ്ടാൽ അപ്പോ ആ സുന്നത്തിന്റെ ആ മാർഗത്തിൽ നിന്ന് അവനെ തടയാൻ ഒരു വഴിയും കിട്ടില്ല. അതായത് സുന്നത്തനുസരിച്ച് അവൻ കർമ്മം ചെയ്യുന്നുള്ളൂ, അവൻ ആ സുന്നത്തിൽ നിന്ന് വീഴ്ത്താൻ ഒരു വഴിയും കാണുന്നില്ല എങ്കിൽ, വിദേഹത്തിലേക്ക് വീഴ്ത്താൻ വഴി കാണുന്നില്ല എങ്കിൽ ഫഅമറഹു ബിൽ ഇജ്തിഹാദ്, പിശാച് പിന്നെ എന്താ ചെയ്യുക, അവനെ ഇജ്തിഹാദിൽ കൽപ്പിക്കും. അഥവാ അങ്ങോട്ട് ചെയ്തോളാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയായിരിക്കും. അതായത് സുന്നത്തനുസരിച്ചുള്ള കർമ്മമായിരിക്കും, പക്ഷെ അത് ചെയ്തുകൊണ്ട് അതിലങ്ങോട്ട് മുഴുകി അവന്റെ ത്വാഖത്തിന്റെ അപ്പുറത്തേക്ക് ഒരു മിതത്വമില്ലാത്ത രീതിയിൽ ചെയ്യിപ്പിക്കും. വൽജൗറ അല നഫ്സ്, അവൻ സ്വന്തത്തിന്റെ മേലെ അതിക്രമം ചെയ്യുന്ന, സ്വന്തത്തിന് സാധിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അതിൽ മുഴുകുന്ന അവസ്ഥ. മുജാവസതി ഹദ്ദിൽ ഇഖ്തിസാദി ഫീഹാ, ആ സുന്നത്തിന്റെ ഇഖ്തിസാദ്, ആ മിതത്വം, അതിന്റെ പരിധി വിട്ടുപോകും. സ്വഹാബികളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണ്, സുന്നത്തിന്റെ ഒരു പരിധി വിട്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്തിമാരെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു. അത് കേട്ട് അവർ പറഞ്ഞെന്താ, ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ എന്നും നോമ്പാണ്, വിവാഹം കഴിക്കൂല, എന്നും രാത്രി നിസ്കാരമാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഉറക്കുണ്ടാവൂല, ഭക്ഷണം ഉണ്ടാവൂല, വിവാഹം കഴിക്കൂല, അങ്ങനെയുള്ള നിലക്കൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ സൂക്ഷിക്കുന്നത്, ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സുന്നത്തും എടുക്കുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കാണാം. ഇപ്പോ അതുപോലെ നമ്മുടെ ആളുകൾ പലപ്പോഴും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പ്, ഒന്നിടപെട്ട ദിവസങ്ങളിലെ നോമ്പ്, നാം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ എന്തോ പ്രോത്സാഹിപ്പിച്ച പോലെയാണ് നമ്മൾ ആ ഹദീസിനെ മനസ്സിലാക്കാറുള്ളത്. ഒന്നിടപെട്ട ദിവസത്തിൽ നോമ്പാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത്. സത്യത്തിൽ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഹാബികൾ അതിനേക്കാൾ കൂടുതൽ നോമ്പെടുക്കുകയാണ്. ഒന്നിടപെട്ട ദിവസത്തിനേക്കാൾ കൂടുതലായി നോമ്പെടുത്തപ്പോ നിങ്ങൾ കുറയ്ക്കുകയും, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഏറ്റവും ചെയ്യുകയാണെങ്കിൽ ഒന്നിടപെട്ട ദിവസത്തിൽ ചെയ്താൽ മതി, അത് തന്നെ കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ചില ഹദീസുകളിൽ അറിയിച്ച് കാണാം. അത് ചെയ്തിരുന്ന സഹാബികൾക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന് വരെ പറഞ്ഞ സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് കുറക്കാനാണ്, മിതത്വം വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാള് സുന്നത്തിൽ കണിശത കാണിക്കുന്ന ആളാണെന്ന് തോന്നിയാൽ അവരെ സുന്നത്തിൽ ഇജ്തിഹാദ് ചെയ്യിപ്പിച്ച് പരിധി വിട്ട് അതിനൊരു പരിധിയുണ്ട്, അതിനൊരു മിതത്വത്തിന്റെ പരിധിയുണ്ട്. ഖൈറുൽ ഉമൂരി ഔസത്തുഹാ, ഏതൊരു കാര്യമാവട്ടെ അതിൽ ഏറ്റവും ഖൈർ അതിന്റെ മിതത്വം നിറഞ്ഞതാണ്. അപ്പോ അതിൽ വിടും. ഖായിലൻ ലഹു, അവരോട് ഇങ്ങനെ പിശാച് ഇങ്ങനെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ഹാദാ ഖൈറും വത്വഅത്തുൻ, സുന്നത്താണ്, സുന്നത്തനുസരിച്ചാണ് ചെയ്യുന്നത്, അത് ഖൈറാണ്, അത് അനുസരണമാണ്. വസിയാദത്തു വൽ ഇജ്തിഹാദ് ഫീഹാ ഔലാ, അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുക, ഏറ്റവും പരിശ്രമിക്കുക, അതാണ് നീ ചെയ്യേണ്ടത്. ഫലാ തഫ്തുർ മഅ അഹ്ലിൽ ഫുതൂർ, നീ എന്ത് ചെയ്യരുത്, ഈ അശ്രദ്ധമായി പോകുന്ന ആളുകളെ പോലെ അല്ലെങ്കിൽ
പിന്നെ ഇത്ര കണിശത അശ്രദ്ധ എന്നല്ല, ഇത്ര കണിശത കാണിക്കാതെ കുറച്ച് മാത്രം ചെയ്യുന്ന ആളുകളെ പോലെ നീ ആവരുത്. വലാത്തനം അഹ്ലിന്നവും, ഉറങ്ങുന്ന ആളുകളുടെ ഒപ്പം നീ ഉറങ്ങാൻ നിൽക്കരുത്, നീ അങ്ങനെ ആവരുത്. ഫലാ യസാലു യഹുസ്സുഹു വയുഹദ്ദിബുഹു, അങ്ങനെ ഈ സുന്നത്തനുസരിച്ച് കർമ്മം ചെയ്യുന്നവനെ പിശാച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ 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 ചെയ്യാൻ വേണ്ടിയിട്ട്. ഹത്താ യുഖ്രിജഹു അനിൽ ഇഖ്തിസാദി ഫീഹാ, അങ്ങനെ ആ സുന്നത്തനുസരിച്ച് കർമ്മം ചെയ്യുന്നതിൽ പാലിക്കേണ്ട മിതത്വത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്നവരെ ഈ രണ്ടിൽ പുറത്തു പോയാലും, അലി ഇഅ്തിസാമു ബിസ്സുന്ന, സുന്നത്തനുസരിച്ച് കർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് പുറത്തു പോയാലും, അതിൽ ഇഖ്തിസാദ്, അതിൽ ഒരു അമാലുകളിൽ ഇഖ്തിസാദ് മിതത്വത്തിൽ നിന്ന് പുറത്തു പോയാലും അത് ഇസ്തിഖാമത്ത് പുറത്തു പോകും. ഈ രണ്ട് അസ്ലുകൾ ഉണ്ടെങ്കിലേ ഇസ്തിഖാമത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് വലിയൊരു അറിവാണ്, വലിയൊരു ബോധ്യപ്പെടലാണ്. അതുകൊണ്ടാണ് പിന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിരുന്ന സഹാബിയുടെ വീട്ടിൽ പോയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഉറങ്ങണം, രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റാൽ മതി, ഇനി ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കണം എന്നുള്ള നിലക്ക് ഓർമ്മിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസിക്ക് വലിയ ഇൽമ് കിട്ടിയിട്ടുണ്ട് എന്ന നിലക്ക് പിന്നെ പ്രോത്സാഹിപ്പിച്ചത്, പ്രശംസിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഖാല ബഅ്ദു സലഫ്, സലഫുകളിൽ ചില പറഞ്ഞു, മാ അമറല്ലാഹു ബിഅംരിൻ ഇല്ലാ വലിശൈത്താനി ഫീഹി നിസ്അതാൻ, ഒരു കാര്യവും അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല അതിൽ പിശാചിന് രണ്ട് രീതിയിൽ അതിനെ പിശാചിന് അതിൽ രണ്ട് ഓഹരി പോലെ ഇല്ലാതെ. എന്താണ് അത്? ഇമ്മാ ഇലാ തഫ്രീത്തിൻ, ഒന്നെങ്കിൽ പിശാച് തഫ്രീത്തിലേക്ക് അഥവാ കർമ്മങ്ങൾ പാഴാക്കുന്നതിലേക്ക്, ചെയ്യാതിരിക്കുന്നതിലേക്ക്, അലംഭാവം കാണിക്കുന്നതിലേക്ക് നയിക്കും. ഇമ്മാ ഇലാ മുജാവസത്തിൻ വഹിൽ ഇഫ്രാത്ത്, അല്ലെങ്കിൽ അതിൽ മുഴുകി അതിൽ ഒരു പരിധി വിട്ടുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ പിശാചെത്തിക്കും. വലാ യുബാലി ബി അയ്യിഹിമാ ബഫിറ, ഏതിൽ അവനെ കീഴ്പ്പെടുത്തിയാലും പിശാചിന് കുഴപ്പമില്ല, അവൻ ഉറച്ചാലും അവൻ കൂടി ചെയ്താലും രണ്ടും പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്, അവനെ കീഴ്പ്പെടുത്തിയ പോലെയാണ്. وقال رسول الله صلى الله عليه وسلم لعبد الله بن عمرو بن العاص, عبد الله بن عمرو بن العاص رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ അബ്ദുല്ലാഹ് ബിൻ അംർ, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം അമാലുകളിൽ ഒരു പരിധി വിട്ട് ചെയ്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഇന്ന ലികുല്ലി ആമിലിൻ ശിറത്തൻ, ഏതൊരു കർമ്മം ചെയ്യുന്ന ആൾക്കും ഒരു ആവേശമുള്ള സമയമുണ്ട്, ആരംഭശൂരത്വം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സമയമുണ്ട്. ഏതൊരു കർമ്മത്തിനുണ്ട്, കർമ്മം ചെയ്യുന്നവനുണ്ട്. വലികുല്ലി ശിറത്തിൻ ഫത്രത്തുൻ, ആ ഏതൊരു ആരംഭശൂരത്വത്തിനും ആ ഒരു ആവേശത്തിനും ഒരു ഗ്യാപ്പ് വരാനുണ്ട്, അതൊന്ന് കുറയുന്ന സമയം വരാനുണ്ട്. ഇപ്പൊ ഏത് കാര്യം ചെയ്താലും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ആവേശം ആവൂല പിന്നെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു അവസ്ഥ വരാനുണ്ട്, പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. ഫമൻ കാനത് ഫത്രതുഹു ഇലാ സുന്നത്തിൻ അഫ്ലഹ, ആരാണോ അവന്റെ ഈ അവസ്ഥ അഥവാ ഈ ആരംഭശൂരത്വം കഴിഞ്ഞ് കുറഞ്ഞിട്ടുള്ള അവസ്ഥ സുന്നത്തനുസരിച്ചാക്കുന്നത്, അഥവാ സുന്നത്തിനോട് യോജിച്ച രീതിയിൽ ആ ഇഖ്തിസാദും ഇഅ്തിസാമും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ചെയ്യുന്നത്, അവൻ വിജയിച്ചു. വമൻ കാനത് ഫത്രതുഹു ഇലാ ബിദ്അത്തിൻ, അതല്ല അവന്റെ ഈ പിന്നെ ഗ്യാപ്പ് അഥവാ ഈ ആരംഭശൂരത്തൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു അവസ്ഥയിൽ ബിദ്അത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ, അഥവാ പരിധി വിട്ട് ചെയ്യൽ ഒരു തരത്തിലൊരു ബിദ്അത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തല്ല എന്ന നിലക്കൊരു ബിദ്അത്താണ്, പുതുതായിട്ടല്ല എങ്കിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് വമൻ റഗിബ അൻ സുന്നത്തി എന്നാണ് മറ്റേ ആളുകളോട്, മൂന്നാളുകളോട് പറഞ്ഞത്. എന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല, ആ നിലക്ക് അത് സുന്നത്തിനോട് യോജിച്ചതല്ല, സുന്നത്തിനോട് യോജിച്ചല്ല. ബിദ്അത്ത് എന്നുള്ള ഭാഷാപ്രയോഗം ഈ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ശർഅയിൽ പഠിപ്പിച്ച പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്ത് എന്ന നിലക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് യോജിച്ചല്ല എന്ന നിലക്ക്. ഇലാ ബിദ്അത്തിൻ ഖാബ വഖസിറ, അങ്ങനെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ അവൻ നഷ്ടം സംഭവിച്ചവനായി തീരും, അവൻ നശിച്ചു പോകും. ഖാല ലഹു ദാലിക ഹീന അമറഹു ബിൽ ഇഖ്തിസാദ് ഫിൽ അമൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് അമലിൽ ഇഖ്തിസാദ് ഉണ്ടാകാൻ കൽപ്പിച്ച സമയത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഫകുല്ലുൽ ഖൈരി ഫി ഇജ്തിഹാദിൻ ബിഇഖ്തിസാദിൻ വഇഖ്ലാസിൻ മഖറൂൻ ബിൽ ഇത്തിബാ, എല്ലാ ഖൈറും അല്ലെങ്കിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇജ്തിഹാദിൻ ബിഇഖ്തിസാദ്, ഒരു മിതത്വമായ നിലക്കുള്ള ഇജ്തിഹാദിലും വഇഖ്ലാസിൻ മഖറൂൻ ബിൽ ഇത്തിബാ, ഇത്തിബാ അനുസരിച്ചുള്ള സുന്നത്ത് അനുസരിച്ചിട്ടുള്ള ഇഖ്ലാസോടുകൂടിയുള്ള കർമ്മത്തിലാണ്. ചുരുക്കൻ ഇസ്തിഖാമത്തിന്റെ രണ്ടടിസ്ഥാനം ഇഖ്തിസാദും ഇഅ്തിസാമുമാണ്. ഇഖ്തിസാദ് ഫിൽ അഅമാൽ അൽ ഇഅ്തിസാമു ബിസ്സുന്ന, കർമ്മങ്ങളിൽ മിതത്വം പാലിക്കുക, സുന്നത്തിൽ ആ സുന്നത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുക. അമിതത്വം നഷ്ടപ്പെട്ട് പരിധി കൂടിയാൽ സുന്നത്തിനനുസരിച്ചിട്ടാണെങ്കിലും അത് ശരിയല്ല. സുന്നത്തിന് ഒഴിവായിട്ട്
ബിദ്അത്തുകൾ മിതത്വമായി ചെയ്താലും എന്തല്ല, അതും ശരിയല്ല. ഈ രണ്ടെണ്ണം ഉണ്ടാകുമ്പോഴേ ഇസ്തിഖാമത്ത് ഉണ്ടാവുകയുള്ളൂ. വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ള ദീനിൽ ഉറപ്പിച്ചു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത മൻസിലത്തു തവക്കുലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് അത് വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.